കോൺഗ്രസിൽ സ്ഥാനാർത്ഥി തർക്കം തുടരുന്നു. ഉമ്മൻചാണ്ടിയുമായും സുധീറിനുമായും സോണിയാഗാന്ധി ചർച്ച നടത്തി. തർക്കമുള്ള സീറ്റുകൾ തെരഞ്ഞെടുപ്പ് സമിതിക്ക് വിട്ടു. ഘടകകക്ഷികളുമായി ധാരണയിലെത്താത്തതിനാൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗം മാറ്റിയേക്കും. 5 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളായി പാറശാലയിൽ എ.ടി. ജോർജ് തന്നെ. അങ്കമാലിയിൽ ജോസ് തെറ്റയിൽ മത്സരിക്കേണ്ടെന്ന് JDS ജില്ലാ കമ്മിറ്റി. തീരുമാനം പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ. വടകരയിൽ CK നാണു വീണ്ടും മത്സരിക്കുന്നതിലും എതിർപ്പ്. കോതമംഗലത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായില്ല. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമാകുന്നു. കൊൽക്കത്തയിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലം തകർന്നു വീണ് 22 പേർ മരിച്ചു. 50-ലേറെ പേർക്ക് പരിക്ക്. നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ 5 ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ചു. മൂന്നാറിൽ ടാറ്റയുടെ കൈവശമുള്ള ഭൂമിയുടെ അസൽ രേഖകൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. രേഖകൾ ഹാജരാക്കേണ്ടത് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ. സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഹാജരാക്കാമെന്ന ടാറ്റയുടെ വാദം കോടതി തള്ളി. 2020 ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റ് ഇൻഡീസിന് 193 റൺസ് വിജയലക്ഷ്യം. വിരാട് കോഹ്ലിക്ക് അർദ്ധ സെഞ്ചുറി. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ച് MLA-മാർ. നിയമസഭാംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരം സംബന്ധിച്ച് 2 വർഷത്തിലൊരിക്കൽ നിയമസഭാ സെക്രട്ടറിക്ക് സത്യവാങ്മൂലം നൽകണം എന്നാണ് വ്യവസ്ഥ. എന്നാൽ ഇത് പൊതുജനങ്ങളോട് വെളിപ്പെടുത്തുന്നതിനാണ് MLA-മാർ ഗവർണറെ വിസമ്മതം അറിയിച്ചത്. സ്വത്ത് വിവരം നൽകുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞത് 7 MLA-മാർ മാത്രം. NA നെല്ലിക്കുന്ന്, KT ജലീൽ, ബിജിമോൾ, PA മാധവൻ, C ദിവാകരൻ, K അച്യുതൻ, അബ്ദുൾ സമദ് സമദാനി എന്നീ MLA-മാരാണ് സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താനുള്ള സമ്മതം രേഖാമൂലം ഗവർണറെ അറിയിച്ചത്. അതേസമയം കോയിലക്കോട് കൃഷ്ണൻ നായർ, C മമ്മൂട്ടി, KB ഗണേഷ് കുമാർ, K ശിവദാസൻ നായർ, പാലോട് രവി, K മുരളീധരൻ എന്നീ MLA-മാരാകട്ടെ സ്വത്ത് വിവരങ്ങൾ പൊതുജനങ്ങളോട് വെളിപ്പെടുത്താനുള്ള വിസമ്മതം രേഖാമൂലം തന്നെ ഗവർണറെ അറിയിക്കുകയായിരുന്നു. ഈ 2 കൂട്ടരും ഒഴികെയുള്ള 128 MLA-മാരാകട്ടെ ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള കത്തിനോട് പ്രതികരിച്ചിട്ടേയില്ല. കഴിഞ്ഞ 6 മാസമായി പല ഭരണതലങ്ങളിലായി പലതവണ മീഡിയ വൺ നൽകിയ വിവരാവകാശ അന്വേഷണങ്ങളുടെ മറുപടിയായാണ് ഇത്തരമൊരു വിവരം പുറത്തുവന്നത്. ഭരണതലത്തിലെ അഴിമതിയും അനധികൃത പ്രവർത്തികളും നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് സ്വത്ത് വിവരങ്ങൾ സ്വമേധയാ 2 വർഷത്തിലൊരിക്കൽ നിയമസഭാ സെക്രട്ടറിയെ അറിയിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ MLA-മാർ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നുണ്ടോ എന്ന അന്വേഷണങ്ങളിൽ നിർണായകവുമാണ്. നിയമസഭാ സെക്രട്ടേറിയറ്റിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് ഡോക്യുമെന്റ് കൂടി ആണെന്നിരിക്കെ സ്വത്ത് വിവരങ്ങൾ ജനങ്ങളോട് പറയാൻ വിമുഖതയുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള MLA-മാരുടെ നടപടിയിൽ ദുരൂഹതയുണ്ട്. വിധു വിൻസെന്റ്, മീഡിയ വൺ, തിരുവനന്തപുരം. സുതാര്യത ഉറപ്പുവരുത്താനുള്ള നിയമവ്യവസ്ഥകൾ നിയമനിർമ്മാണം നടത്തുന്നവർ തന്നെ ലംഘിക്കുന്നുവോ? ഈ വിഷയമാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് DB ബിനു, വിവരാവകാശ പ്രവർത്തകൻ, അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ചർച്ചയിൽ ചേരും. അഡ്വക്കേറ്റ് KNA ഖാദർ, മുസ്ലിം ലീഗ് നേതാവും MLA-യും, അദ്ദേഹം മലപ്പുറത്ത് നിന്ന് ചർച്ചയിൽ ചേരുന്നു. P രാജീവ്, മുൻ MP-യും CPM നേതാവും, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം KS ബിജിമോളെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് KNA ഖാദറിലേക്ക്. ശ്രീ KNA ഖാദർ, അഴിമതി ഇല്ല, നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ, സുതാര്യത ഉറപ്പാക്കാൻ, ഇതൊക്കെ ലക്ഷ്യമിട്ടാണ് നിയമസഭാംഗങ്ങളുടെ സ്വത്തുവിവരം 2 വർഷത്തിൽ ഒരിക്കൽ നിയമസഭാ സെക്രട്ടറിക്ക് നൽകണം എന്ന് വ്യവസ്ഥ ചെയ്തത്. പക്ഷേ അത് പരസ്യപ്പെടുത്തുന്നതിന്, പൊതുജനങ്ങളുടെ അറിവിലേക്കായി വിവരാവകാശ നിയമപ്രകാരം പരസ്യപ്പെടുത്തുന്നതിനെ അംഗങ്ങൾ തന്നെ എതിർക്കുമ്പോൾ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ നിയമസഭാംഗങ്ങൾ തന്നെ ശ്രമിക്കുകയാണോ എന്ന സംശയം ഉയരില്ലേ? നിയമസഭാംഗങ്ങൾ 2 വർഷത്തിലൊരിക്കൽ സ്വത്ത് വിവരം സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ഗവർണർക്ക്. ആ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും കൊടുക്കാറുണ്ട്, കൊടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാതിരുന്നാൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നൊരു വ്യവസ്ഥ ഉണ്ടാവും. ആ നടപടി സ്വീകരിക്കണം. അതിനെന്താ തടസ്സം? ആരും ഇപ്പോൾ അതിനെതിരല്ലല്ലോ. അതിനെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. സാധാരണഗതിയിൽ സ്വത്ത് വിവരം വെളിപ്പെടുത്താൻ പൊതുപ്രവർത്തകർക്ക് മുഴുവൻ ബാധ്യതയുണ്ട് നിലവിലുള്ള നിയമമനുസരിച്ച്. അത് വെളിപ്പെടുത്താത്തവർക്ക് എതിരെ നടപടി സ്വീകരിക്കണം. അതിനൊന്നും യാതൊരു തകരാറുമില്ല എന്നാണ്. അഡ്വക്കേറ്റ് KNA ഖാദർ, ഇവിടെ വിഷയം അതല്ല. നിയമസഭാ സെക്രട്ടറിക്ക് 2 വർഷത്തിലൊരിക്കൽ അംഗങ്ങൾ സ്വത്തുവിവരം നൽകുന്നുണ്ട്.
പക്ഷേ അത് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോൾ അത് പരസ്യപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഏതാനും MLA-മാർ ഗവർണർക്ക് എഴുതി നൽകുന്നു. ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഇക്കാര്യങ്ങൾ പരസ്യപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് MLA-മാരോട് ചോദിക്കുമ്പോൾ 128 MLA-മാർ അതിനോട് പ്രതികരിക്കാതെയിരിക്കുന്നു. ഈ സാഹചര്യമാണ് വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന് MLA-മാർ ഭയക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നത്. അത് വെറുതെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം അങ്ങനെ പരസ്യപ്പെടുത്തുന്നതിന് എതിരായിട്ട് ആരൊക്കെയാണ് എഴുതി കൊടുത്ത് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അതിനു വേണ്ടി വല്ല കത്തും വന്നിട്ട് പ്രതികരിക്കാതിരുന്നവരുണ്ടാവും. പ്രതികരിക്കാതിരുന്നാൽ അതിൻ്റെ അർത്ഥം അതിന് എതിരാണെന്നല്ല. നടപടികൾ സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സമില്ല, പരസ്യപ്പെടുത്തുന്നതിന് യാതൊരു തടസ്സമില്ല. രാജ്യത്ത് ചില ആളുകളുടെ ഒരു ധാരണ ഏറ്റവും വലിയ സ്വത്തുകളുള്ളത് MLA-മാർക്കാണെന്നാണ്. അതൊരു ശരിയായ ഒരു കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. MLA-മാർ വളരെ പരിമിതമായ രീതിയിലുള്ള ശമ്പളവും യാത്രാബത്തയൊക്കെ മാത്രം കിട്ടുന്നവരാണ്. അവരുടെ സ്വത്ത് വിവരം അവരെ നോമിനേഷൻ കൊടുക്കുമ്പോഴും സ്വത്ത് വിവരം പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തണം. അത് കഴിഞ്ഞ് MLA ആയിക്കഴിഞ്ഞാൽ ആയിരിക്കുന്ന കാലത്ത് 2 വർഷത്തിലൊരിക്കൽ കൊടുക്കണം. അത് കൊടുക്കാത്ത ആളുകൾക്കെതിരെ നടപടിയെടുക്കാനുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വെച്ച് നടപടിയെടുക്കണം. ഇനി ഏതെങ്കിലും ഒരു MLA എൻ്റെ സ്വത്ത് വിവരം വെളിപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ അത് അനുസരിക്കേണ്ട ബാധ്യത ഗവർണർക്കോ നിയമസഭാ സെക്രട്ടറിക്കോ ഇല്ല. നിയമം അനുസരിച്ച് പ്രവർത്തിച്ചോളണം. നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ആളുകളുടെ പേരിൽ നടപടിയെടുക്കണം. പക്ഷേ ശ്രീ കെ ഖാദർ, ഇവിടെ ശ്രീ കോലിയക്കോട് കൃഷ്ണൻ നായർ, C മമ്മൂട്ടി, KB ഗണേഷ് കുമാർ, പാലോട് രവി, K ശിവദാസൻ നായർ, K മുരളീധരൻ ഇത്രയും MLA-മാർ ഈ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ നൽകേണ്ടതില്ല എന്ന് ഗവർണറുടെ ഓഫീസിന് എഴുതി നൽകിയിട്ടുണ്ട്. ഇത്തരം വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ശരിയല്ല എന്നൊരു നിലപാട് ഈ MLA-മാർ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അവരോട് തന്നെ ചോദിക്കണം. എനിക്കിപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് അത് വിവരാവകാശ നിയമപ്രകാരം പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന നിയമപരമായ ഒരു വശം ചൂണ്ടിക്കാണിക്കുകയായിരിക്കും അവർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ അത് പരസ്യപ്പെടുത്തുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അത് പരസ്യപ്പെടുത്താനാവാത്ത വിധം അവരൊക്കെ സമ്പത്തുണ്ട് എന്നതുകൊണ്ടായിരിക്കണം എന്നില്ല. ചിലപ്പോൾ വിവരാവകാശ നിയമം അവരങ്ങനെ വ്യാഖ്യാനിക്കുന്നതായിരിക്കും. എന്തായാലും അത്തരത്തിൽ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ നിയമസഭയ്ക്ക് മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന രേഖകളൊക്കെ പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ടാണ് സാധാരണ പരിഗണിക്കപ്പെടാറ്. അത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ ഗവർണറുടെ ഓഫീസ് MLA-മാരോട് സമ്മതം ചോദിക്കേണ്ട സാഹചര്യമുണ്ടോ? നിയമത്തിൽ അങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ? വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 81J അനുസരിച്ച് തികച്ചും സ്വകാര്യമായ ഒരു വിവരം, യാതൊരു പൊതു താല്പര്യമില്ലാത്ത ഒരു വിവരം മാത്രമേ ആ വിവരം തന്നയാളോട് ചോദിക്കാനുള്ള ബാധ്യത പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്നുള്ളൂ. ഇവിടെ MLA-മാർ ലോകായുക്തയ്ക്ക് സമർപ്പിക്കുന്ന, ലോകായുക്ത നിയമപ്രകാരം സെക്ഷൻ 22 അനുസരിച്ച് സമർപ്പിക്കുന്ന പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് അത് പൊതുജനങ്ങൾക്ക് നൽകുമ്പോൾ ഇതൊരു സ്വകാര്യ വിവരമല്ല, ഒരു സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് രൂപവൽക്കരിക്കപ്പെട്ട ഒരു പൊതു അധികാര സ്ഥാപനത്തിന് മുമ്പാകെ സമർപ്പിക്കുന്ന ഒരു രേഖയായതിനാൽ, ഇത് പബ്ലിക് ഡൊമൈനിൽ വരുന്ന ഒരു രേഖയായതുകൊണ്ട് ആ വിവരം തന്നയാളോട് ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇത് ഒരു പൗരന് കൊടുക്കുന്നതിന്, ഇത് എന്തിനു വേണ്ടി കൊടുക്കുന്നു എന്നുള്ള ഉദ്ദേശം തന്നെ പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ്. കാരണം MLA-മാർ, അദ്ദേഹം പറഞ്ഞു MLA-മാർക്ക് വലിയ സ്വത്തുണ്ടെന്ന ആൾക്കാരുടെ തെറ്റിദ്ധാരണ, ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം. ആ തെറ്റിദ്ധാരണ മാറ്റാനെങ്കിലും ഈ വിവരം കൊടുക്കണ്ടേ? നമ്മുടെ പല MLA-മാരും വളരെ ദരിദ്ര സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്, ശരിയാണ്. പക്ഷേ അവർ ഉണ്ടാക്കിയ വസ്തുവകകളെ സംബന്ധിച്ച് ഒരു ആരോപണം, ഒരു സംശയം ഒരാൾക്കുണ്ടെങ്കിൽ ആ സംശയം തീർക്കുന്നതിന് വേണ്ടി ഈ രേഖകൾ പുറത്തു വരേണ്ടത് അനിവാര്യമാണ്. അതുതന്നെയാണ് ഇതിന്റെ പൊതു താല്പര്യം. സെക്ഷൻ 81Jയുടെ പ്രൊവൈസോ പറയുന്നുണ്ട്, പാർലമെന്റിനോ നിയമസഭയ്ക്കോ നിഷേധിക്കാൻ കഴിയാത്ത ഏത് വിവരവും ഒരു പൗരന് നൽകണമെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിവരം നൽകുമ്പോൾ ആ വിവരം തന്നയാളോട് ചോദിക്കുക എന്ന ഒരു നടപടി ഇവിടെ തികച്ചും അനാവശ്യമാണ്. ഇതിനെ സംബന്ധിച്ച് ഗവർണറുടെ, രാജ്ഭവന്റെ ഓഫീസിന് വിവരമില്ലാത്തതുകൊണ്ട് സംഭവിച്ചൊരു ഒരു പാകപ്പിഴ തന്നെയാണിത്. കാരണം ഈ വിവരങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഇതിനു മുമ്പ് എടുത്ത ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ, വിവരാവകാശ നിയമം വന്ന വർഷങ്ങളിലാണത്, വെറും 18 MLA-മാർ മാത്രമേ
അവരുടെ സ്വത്തുവിവരങ്ങൾ സമർപ്പിച്ചിരുന്നുള്ളൂ ഈ കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ. 141 പേരിൽ 18 പേർ മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ എന്ന് വിവരം അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇത് പുറത്തു വന്നതിന് ശേഷമാണ് പല MLA-മാരും സമർപ്പിക്കുന്നത്. സമർപ്പിക്കാത്ത MLA-മാർക്കെതിരെ നടപടിയെടുക്കാൻ ലോകായുക്ത നിയമത്തിൽ വ്യവസ്ഥയില്ല. അവരുടെ പേരുകൾ 3 പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ മാത്രമാണ് നിയമം പറയുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയും അത്തരത്തിലൊരു പ്രസിദ്ധീകരണം ലോകായുക്ത നടത്തിയിട്ടുമില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നപ്പോഴാണ് ഈ MLA-മാരുടെ പേര് വല്ലതും പുറത്തു വന്നത്. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാലും അത് കൊടുക്കേണ്ടതില്ല എന്ന് MLA-മാർ തീരുമാനിക്കുകയാണെങ്കിൽ ഇവരെന്താണ് ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നത്? ഇവർ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് വസ്തുക്കളില്ല എന്നാണെങ്കിൽ എന്തിനു മറച്ചുവെക്കണം? എന്റെ അഭിപ്രായത്തിൽ നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ ഈ സ്വത്തുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാണ്. ഇത് നമ്മുടെ രാജ്യത്തെ ജഡ്ജിമാർ അവരുടെ സ്വത്തുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, MP-മാർ ഇവരെല്ലാം അവരുടെ സ്വത്തുവിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ എന്തിന് കേരളത്തിലെ MLA-മാർ അതിന് മടിക്കുന്നു? അവരുടെ സ്വത്തുവിവരങ്ങൾ നൽകുന്നതിൽ നിന്നും അവർ വൈമുഖ്യം കാണിക്കുന്നു. അവർക്ക് എന്താണ് അത് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നുണ്ട്. ജനപ്രതിനിധികളാകാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി മത്സരിക്കുമ്പോൾ തന്നെ ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ വീണ്ടും സ്വത്തുവിവരം പരസ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒരു താരതമ്യത്തിന് ഈ 5 വർഷത്തെ കാലയളവിനുള്ളിൽ എത്ര സ്വത്തിൽ മാറ്റമുണ്ടായി എന്നൊരു താരതമ്യം, അതുവഴി ജനങ്ങൾക്ക് ചില നിഗമനങ്ങളിൽ എത്താൻ സാധിക്കാൻ പാകത്തിലുള്ള ഒരു താരതമ്യം, ആ താരതമ്യത്തിനാണെങ്കിൽ അതിനുള്ള വ്യവസ്ഥ നിലവിൽ തന്നെ ഉണ്ടല്ലോ. താങ്കൾ ചോദ്യത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. കാരണം C-ഫോമിൽ ഇത് ഇലക്ഷനോടനുബന്ധിച്ച് കൊടുക്കുമ്പോൾ ഇവർ MLA ആയതിനു ശേഷം ഓരോ വർഷവും ഇതിനെന്ത് വ്യത്യാസം വരുന്നു? ആ വ്യത്യാസം എന്ത് വരുന്നുണ്ട്? അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണോ? വരവിൽ കവിഞ്ഞ സ്വത്താണോ സമ്പാദിച്ചത്? അങ്ങനെയെങ്കിൽ ലോകായുക്തയെ സമീപിക്കാൻ ഒരു പൗരന് അവകാശമുണ്ട്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ഇല്ലീഗലായിട്ടുള്ള സ്വത്തുക്കൾ അമാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിജിലൻസ് കോടതിയിൽ പരാതി കൊടുക്കാൻ ഒരു പൗരന് അവകാശമുണ്ട്. ഈ അവകാശത്തിൽ ഹാജരാക്കുന്ന ഒരു തെളിവാണത്. ആ തെളിവില്ലാതാക്കുന്നതിലൂടെ വസ്തുത ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ അല്ല എങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇതിന് വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു? നിയമസഭയോട് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ ചോദിച്ചത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഈ വക വിവരങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ഒരു സത്യവാങ്മൂലത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കാനും അത് മാധ്യമങ്ങൾക്ക് നൽകാനും ഇവർ ബാധ്യസ്ഥരായിരിക്കെ നിയമസഭാ സെക്രട്ടറിക്ക് കൊടുക്കുന്ന സ്വത്തുവിവരം അത് പരസ്യപ്പെടുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു താരതമ്യം അത് നടക്കാതെ പോകുന്നില്ലല്ലോ. നടക്കാതെ പോകുന്നു എന്നാണ് കാരണം ഓരോ വർഷവും പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടല്ലേ ഇത് കിട്ടുള്ളൂ. ലോകായുക്ത നിയമത്തിൽ 2 വർഷത്തിനിടക്കാണ്. എല്ലാ 2 വർഷവും ജൂൺ 30-നുള്ളിൽ ഈ സ്വത്തുവിവരങ്ങൾ സമർപ്പിക്കണമെന്നാണ് ഇതിൽ വ്യവസ്ഥ. അപ്പോൾ ഓരോ 2 വർഷം കൂടുമ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് താരതമ്യ പരിശോധന വേണമെന്നുണ്ടെങ്കിൽ ഇത് പുറത്തു വരണം. അപ്പോൾ അത് പുറത്തു വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് അത് MLA-മാരെ സംബന്ധിച്ച് മാത്രമല്ല മറ്റ് പൊതുപ്രവർത്തകരും ഈ ലോകായുക്ത മുമ്പാകെ അവരുടെ സ്വത്തുവിവരങ്ങൾ സമർപ്പിക്കണം. പൊതുപ്രവർത്തകർ, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ സമർപ്പിക്കണമെന്ന് വ്യവസ്ഥ എന്തിന് എഴുതി വെച്ചു എന്നുള്ളതാണ് ചോദ്യം. ഇത് സീസേഴ്സ് വൈഫ് അബോവ് സസ്പീഷ്യസ്, സീസറുടെ ഭാര്യ മാത്രമല്ല അവരുടെ കുട്ടികളും മക്കളും മരുമക്കളും സംശയങ്ങൾക്ക് അതീതമായിരിക്കണം. അതുകൊണ്ടാണ് അവരുടെ ബന്ധുക്കളുടെ കൂടി പ്രോപ്പർട്ടി ഇതിനോടൊപ്പം ചേർക്കണമെന്ന് പറഞ്ഞത്. നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ സമർപ്പിക്കുന്ന സ്വത്തുവിവരങ്ങൾ, അവിടെ സമർപ്പിക്കപ്പെടുന്ന വിവരങ്ങളിൽ നിന്ന് ഭിന്നമായി മറ്റെന്തെങ്കിലും വിവരങ്ങൾ നിയമസഭാ സെക്രട്ടറിക്ക് സമർപ്പിക്കുന്ന സ്വത്തുവിവര പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? സ്വത്ത് സംബന്ധിച്ചുള്ള മറ്റെന്തെങ്കിലും വിവരങ്ങൾ അധികമായി നൽകേണ്ടതുണ്ടോ? അല്ല, ഇതിൽ ഈ പറഞ്ഞ മാതിരിയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അഡ്വക്കേറ്റ് VB ബിനു പറഞ്ഞ നല്ല കാര്യങ്ങളാണ്. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. ഇവിടെ ഏതൊക്കെ നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളെ എല്ലാവരും അനുസരിക്കണം. അത് മന്ത്രിമാരും MLA-മാരും പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരും ഓഫീസർമാരും എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. MLA-മാർ സാധാരണ ഇപ്പം നിങ്ങൾ ചോദിച്ച ശരിയായൊരു ചോദ്യമാണ്. നോമിനേഷൻ സമർപ്പിക്കുന്ന സമയത്ത്
വളരെ വ്യക്തമായിട്ടുള്ള അഫിഡവിറ്റ് സമർപ്പിക്കണം. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. കയ്യിലുള്ള കാശ്, പിന്നെ ബാങ്കുകളിലെ ഡെപ്പോസിറ്റ്, ഭൂമി, എല്ലാ പ്രോപ്പർട്ടിയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ മുഴുവൻ ഇൻഫർമേഷനും കുടുംബത്തിൻ്റെ ഇൻഫർമേഷനും എല്ലാം വളരെ വൃത്തിയായിട്ട് വെടിപ്പായി സത്യസന്ധമായി ഒരു നോമിനേഷൻ പേപ്പറിൻ്റെ കൂടെ നമുക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 2 വർഷം കൂടുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ ചോദിച്ചിട്ടില്ല. ആ നോമിനേഷൻ പേപ്പറിൻ്റെ കൂടെ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ, വളരെ വിഷമകരമായി ഒരുപാട് രേഖകൾ സമാഹരിച്ച് കൊടുക്കേണ്ടത് നോമിനേഷൻ പേപ്പറിൻ്റെ കൂടെയാണ്. പിന്നീട് അത് പുതുക്കി കൊടുക്കുമ്പോൾ അത്ര കണ്ട് ഡീറ്റെയിൽസ് ഒന്നും പിന്നീടുള്ള ഫോറത്തിലില്ല. അത് എല്ലാവരും മിക്കവാറും കൊടുക്കാറുണ്ട്. പിന്നെ ഈ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ എല്ലാ MLA-മാരും ബാധ്യസ്ഥരാണ്. അതനുസരിക്കാത്തവരുടെ പേരിൽ നടപടിയെടുക്കാൻ ഈ പറഞ്ഞ നിയമങ്ങളിലൊക്കെ വകുപ്പുണ്ടാവുമല്ലോ. അത് ചൂണ്ടിക്കാണിച്ചതുപോലെ നടപടിയെടുക്കാൻ പാകത്തിൽ വ്യവസ്ഥകളൊന്നും നിയമത്തിലില്ല. പത്രത്തിലൂടെ ഈ MLA-മാരുടെ പേര് വെളിപ്പെടുത്താമെന്നതിനപ്പുറം മറ്റൊന്നും സാധ്യമല്ല എന്നാണ് നിയമവ്യവസ്ഥ എന്ന് അഡ്വക്കേറ്റ് DB ബിനു ചൂണ്ടിക്കാണിക്കുന്നു. അഡ്വക്കേറ്റ് VB ബിനു പറഞ്ഞതനുസരിച്ച് ഇത്രയും പോരാ. ഈ നിയമം കുറച്ചും കൂടി കർശനമാക്കണമെങ്കിൽ അതിനുള്ള നടപടി വേറെ, അതിന് ഡിസ്കഷൻ വേറെ, അതിനുള്ള നടപടികൾ വേറെ സ്വീകരിക്കണം. ഏത് ഗവൺമെൻറ് വന്നാലും ഒരു പുതിയ നിയമം കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇതിനകത്ത് ഭേദഗതി വരികയോ MLA-മാരുടെ എല്ലാ വിധത്തിലുള്ള ഇങ്ങനെയുള്ള സ്വത്ത് സമർപ്പിക്കാത്ത ആളുകൾക്ക്, പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാത്ത ആളുകൾക്ക് പേര് പരസ്യപ്പെടുത്താൻ പോരാ, അവരുടെ 6 മാസം തടവിന് ശിക്ഷിക്കണം, അല്ലെങ്കിൽ അവർക്ക് 10 ലക്ഷം രൂപ പിഴ വിധിക്കണം തുടങ്ങിയ എന്ത് ഭേദഗതിയാണ് അതിന് വേണ്ടതെന്ന് വെച്ചാൽ വരുത്തണം എന്ന് പറയുന്നത് ഒരു നിയമത്തിന്റെ അപര്യാപ്തതയാണ്. ഞാൻ താങ്കളിലേക്ക് ഇപ്പോൾ CPM നേതാവ് എളമരം കരീം MLA അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എളമരം കരീം, കൗതുകരമായ കാര്യമാണ്. ഒരുപക്ഷെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കെ MLA-മാരുടെ സ്വത്തുവിവരം സംബന്ധിച്ചുള്ള ചോദ്യത്തിന്, വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് ആ വിവരങ്ങൾ നൽകിക്കോട്ടെ എന്ന് ഗവർണറുടെ ഓഫീസ് ചോദിക്കുമ്പോൾ കേരള നിയമസഭയിലെ 7 അംഗങ്ങളെങ്കിലും അതിന് വിസമ്മതം അറിയിക്കുന്നു. മറ്റ് 128 MLA-മാർ ഗവർണറുടെ ഓഫീസിന്റെ ചോദ്യത്തോട് പ്രതികരിക്കുന്നുമില്ല. സ്വത്തുവിവരങ്ങൾ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ അത് പരസ്യമാക്കുന്നതിൽ MLA-മാർ വിമുഖരാണ് എന്ന് തോന്നിയാൽ അത് തെറ്റാവുമോ? അല്ല, അത് അങ്ങനെ വെളിപ്പെടുത്തുന്നതിനെ തടസ്സപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. കൂടുതൽ കർക്കശമായ നിലയിൽ നിയമത്തിൽ വ്യവസ്ഥകൾ ഉണ്ടാക്കിയും അതിനെ നിർബന്ധിക്കാവുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കാവുന്നതാണ്. ഞങ്ങളെല്ലാം ഓരോ വർഷവും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ സ്വത്തുവിവരങ്ങൾ എഴുതി കൊടുക്കാറുണ്ട്. MLA ആകുമ്പോൾ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ സ്വത്തുവിവരം കൊടുക്കാറുണ്ട്. MLA ആയി കഴിഞ്ഞതിന് ശേഷം അനധികൃതമായി വല്ലതും സമ്പാദിച്ചോ എന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ ഒരു തകരാറില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ എളമരം കരീം, ഇടതുപക്ഷത്തെ MLA-മാരടക്കമുള്ളവർ, ശ്രീ കോലിയക്കോട് കൃഷ്ണൻ നായർ അതിലൊരാളാണ്, അദ്ദേഹം ഈ വിവരങ്ങൾ പുറത്തു പറയരുത് അല്ലെങ്കിൽ പുറത്തു പറയാൻ വിസമ്മതം അറിയിച്ച് ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതൊന്നും ഒരു ഗൗരവമായ നിലയിൽ കൈകാര്യം ചെയ്താവാൻ സാധ്യതയില്ല. ഇതുപോലുള്ള കത്തുകൾ ഗവർണറുടെ ഓഫീസിൽ നിന്ന് വരുന്നത് തന്നെ എന്റെ ശ്രദ്ധയിലൊന്നും വന്നില്ല. സാധാരണ തപാലിലോ മറ്റോ MLA-മാരുടെ ഓഫീസിൽ വരികയും അത് ഓഫീസിൽ നിന്ന് സാധാരണ പോലെ ഏതെങ്കിലും നിലത്ത് കൈകാര്യം ചെയ്ത് പോയിരിക്കാനാണ് സാധ്യത. വളരെ കർശനമായും മറുപടി നൽകേണ്ട ഒരു വ്യവസ്ഥയിലായിരുന്നുവെങ്കിൽ ഒരാളും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അത്തരത്തിൽ നിയമം ടൈറ്റാക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ എളമരം, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി അല്ല ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സുതാര്യമായി അഴിമതി മുക്തമായൊരു സംവിധാനം വേണം എന്ന ആഗ്രഹത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട ഒരു നിയമം, ആ നിയമത്തിലെ വ്യവസ്ഥകൾ, ആ നിയമം ഉണ്ടാക്കാൻ ചുമതലപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ നിയമം ഉണ്ടാക്കിയവർ തന്നെ ലംഘിക്കുന്നുവോ എന്ന തോന്നലിൽ നിന്നാണ് ഈ ചർച്ച ഉടലെടുക്കുന്നത്. അല്ല, തീർച്ചയായും അത് കമ്പൽഷൻ വരാവുന്ന വിധത്തിൽ നിയമം ടൈറ്റാക്കുക വേണ്ട. അങ്ങനെ വരുമ്പോൾ ഒരാൾക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അതിന് അടുത്ത നിയമസഭ വരുമ്പോൾ തീർച്ചയായും ഒരു ശ്രമം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചർച്ച അതിന് സഹായകരമാണ്. ശ്രീ എളമരം കരീം, ഒരു കാര്യം കൂടി, ഇത്തരത്തിലൊരു കത്ത് ഗവർണറുടെ ഓഫീസിൽ നിന്ന് താങ്കൾക്ക് ലഭിച്ചതായി ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. അതാണ് ഞാൻ പറയുന്നത്. സാധാരണ തപാലിൽ എപ്പോഴെങ്കിലും വന്നിരുന്നോ ഇല്ല, എന്റെ ഓർമ്മയിലില്ല. അത്തരത്തിലൊരു കത്ത് വന്നാൽ ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൽ താങ്കൾക്ക് വിരോധമില്ല, താങ്കളുടെ പാർട്ടിയും അതിനെ അനുകൂലിക്കുകയാണ്.
തീർച്ചയായിട്ടും ഞങ്ങൾക്കതിന് യാതൊരു വിരോധമില്ല. അത് ചെയ്യുന്നതിന് അനുകൂലിക്കുന്നതിന് ഒരു തടസ്സമില്ല, ഒരു ഭയപ്പാടുമില്ല. ഞാൻ ഒരിക്കൽ ES ബിജിമോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. MLA സ്വത്തുവിവരം വെളിപ്പെടുത്താൻ സമ്മതം അറിയിച്ച് ഗവർണറുടെ ഓഫീസിന് കത്ത് നൽകിയ MLA ആണ് ES ബിജിമോൾ. ശ്രീമതി ES ബിജിമോൾ, ഗവർണറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച കത്ത് അത് ശ്രദ്ധയിൽപ്പെടാനും അനുസരിക്കാനും പാകത്തിൽ കമ്പൽ ചെയ്യുന്ന ഒന്നായിരുന്നു? ഇത്തരം കത്തുകളൊക്കെ സാധാരണഗതിയിൽ നോക്കുക പിന്നെ എന്റെ PA ആണ്. എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കത്ത് വായിച്ചു നോക്കി, പറഞ്ഞു ഓക്കെ, സ്വത്തുവിവരം അല്ലെങ്കിൽ തന്നെ നമ്മളൊരു നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ഇതക്കാര്യങ്ങൾ പത്രത്തിൽ വരുന്നത് അതിനകത്തൊരു പുതുമ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞു അത് അതിനകത്ത് വിവരാവകാശം വെച്ച് അത് ചോദിച്ചിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് ഗവർണറുടെ ഓഫീസിലൂടെ നമ്മൾ ഒബ്ജക്ഷൻ പറയേണ്ട കാര്യമില്ല, സമ്മതം അറിയിക്കാൻ പറഞ്ഞ് കൊടുക്കുകയാണ് ഉണ്ടായത്. ഈ വിവരങ്ങളെല്ലാം നിലവിൽ നോമിനേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം സമസ്ത പത്രങ്ങളിലും എന്തെല്ലാം സ്വത്തുക്കളാണ് ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായി അച്ചടിച്ചു വരുന്നതാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു പുതുമയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ശ്രീമതി ES ബിജിമോൾ, അവിടെ ഒരു സംശയം ചോദിച്ചുകൊള്ളട്ടെ. തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ നൽകുന്ന സത്യവാങ്മൂലത്തിനുപരിയായി ചില കൂടുതൽ വിവരങ്ങൾ നിയമസഭാ സെക്രട്ടറിക്ക് നൽകേണ്ടതായിട്ടില്ലേ? ഈ സ്വത്ത് എങ്ങനെ സമാഹരിച്ചു, ഏത് വർഷം കൈവശം വന്നു, സ്വർണമാണെങ്കിൽ അത് വാങ്ങിയതാണോ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തതാണോ, ഇത്തരം നിരവധി വിവരങ്ങൾ നിയമസഭാ സെക്രട്ടറിക്ക് നൽകേണ്ട സ്വത്ത് വിവരത്തിലില്ലേ? അതൊന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നൽകുന്ന സത്യവാങ്മൂലത്തിൽ വേണ്ടല്ലോ. ഇതൊക്കെ വെറും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ എന്തുണ്ടായി എന്നിപ്പോ നാലുപേരെ അറിയുന്നുണ്ട്, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉള്ളത് പറയുന്നതുകൊണ്ടും വേറെ തർക്കങ്ങളില്ല. ഈ കാര്യത്തിൽ തർക്കിക്കാൻ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ച് അവർ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. വോട്ട് ചെയ്യുന്ന ആളുകൾ അനധികൃതമായി സ്വത്തുക്കൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയുക എന്നുള്ളത് ജനത്തിന്റെ ഒരു റൈറ്റാണ് എന്ന് ധരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഇതൊന്നും ഇപ്പം പറഞ്ഞ പോലെ അതിനകത്ത് ആരും അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അല്ലെ അത് ആരും അത് അത്ര ഗൗരവത്തിൽ PMമാര് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിൽ അല്ലെ ഈ പറയുന്ന പോലെ ഒരു കമ്പൽഷൻ അതിനകത്ത് ഉണ്ടായി തീർച്ചയായും അത് ഒപ്പം തന്നെ കൊടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുത്ത് പോകത്തേ ഉള്ളൂ. ES ബിജിമോൾ, വ്യക്തിപരമായി ഒരുപക്ഷെ താങ്കൾക്ക് അത് പരസ്യപ്പെടുത്തിക്കോളൂ എന്ന് പറയുന്നതിൽ എതിർപ്പുണ്ടാകില്ല. സത്യസന്ധമായി അല്ലെങ്കിൽ സുതാര്യമായ ഒരു പൊതുജീവിതത്തിനുടമ എന്ന നിലയിൽ താങ്കൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാവുകയുമില്ല. പക്ഷേ ഈ പറയുന്ന സാങ്കേതികതയ്ക്കപ്പുറത്ത് ചില വിവരങ്ങൾ നിയമസഭാ സെക്രട്ടറിക്ക് നൽകുമ്പോൾ അധികമായി നൽകുന്ന ചില വിവരങ്ങൾ അത് പുറത്തു വരുന്നത് പ്രയാസം സൃഷ്ടിക്കും എന്ന് കരുതുന്നവരും ഉണ്ടാകില്ലേ? അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ശ്രദ്ധയിൽ അങ്ങനെയുള്ള ആളുകളൊന്നും ഇതുവരെ വന്നിട്ടുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. എവിടെ നിന്നാണ് ഇപ്പൊ ഒരു സ്വത്ത് വന്നത് എന്ന് നിയമസഭാ സെക്രട്ടറിക്കോ ഇനി ഈ നാട്ടിലുള്ള ഏതൊരു പൗരൻ ചോദിച്ചാലും ഇത് എവിടെ നിന്ന് ഈ കാഴ്ച എന്ന് ചോദിച്ചാൽ ഇന്നൊക്കെയാണ് എന്റെ വഴികൾ എന്ന് പറയുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഈ നിയമസഭാ സെക്രട്ടറിക്ക് നൽകുന്ന രേഖകളിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയരുത് എന്ന് ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യം ആർക്കെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ശ്രീമതി ES ബിജിമോൾ, ഇവിടെ 6 MLAമാരെങ്കിലും ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്തരുത്, അതിൽ വിസമ്മതമുണ്ട് എന്നറിയിച്ച് ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ കത്ത് നൽകണമെങ്കിൽ ചില വിവരങ്ങളെങ്കിലും പുറത്തു വരരുത് എന്ന ആഗ്രഹമുണ്ടാവില്ലേ അവർക്ക്? ഞാനിപ്പം എന്റെ ഒരു പേഴ്സണൽ വ്യൂവിൽ പറഞ്ഞാൽ, ഇപ്പൊ പൊതുപ്രവർത്തകൻ എന്നുള്ള ആ ഒരു ഇത് മാറ്റി വെച്ചുകൊണ്ട് ഒരു പേഴ്സണൽ വ്യൂവിൽ പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ സ്വത്തിനെ സംബന്ധിച്ച് കാരണം വ്യക്തികളുടെ പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഭരണഘടന അടക്കം നമ്മുടെ നിയമങ്ങളിൽ ഒക്കെ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ സ്വത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു രോഗിയെ സംബന്ധിച്ച വിവരങ്ങൾ, അയാളുടെ രോഗം സംബന്ധിച്ച വിവരങ്ങൾ, ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ, അതല്ലെങ്കിൽ ഒരാളുടെ സ്വത്ത് സംബന്ധിച്ച വിവരങ്ങൾ, അതൊക്കെ അയാളുടെ കൂടി അനുമതിയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ പൊതുപ്രവർത്തകരായിരിക്കുന്ന ഒരാള് സ്വയം എടുക്കേണ്ട തീരുമാനമാണ്. എന്നെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അല്ല പിന്നെ ആ പണിക്ക് പോകരുത്. എന്നെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ജനങ്ങൾക്കറിയാനുള്ള റൈറ്റ് ഉണ്ട്. അതെന്തുകൊണ്ട് ആ റൈറ്റ് വരുന്നത്? അവരൊരു പൊതുപ്രവർത്തകനായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ റൈറ്റ് ജനങ്ങൾക്ക് കിട്ടുന്നത്. പൊതുപ്രവർത്തകൻ എന്നല്ല ഒരു സാധാരണ വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അല്ലെ എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. രോഗിയുടെ രോഗത്തെ സംബന്ധിച്ച വിവരങ്ങൾ വിവരാവകാശം വെച്ച് ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ കൊടുക്കുമോ? അത് അതിനകത്തില്ല. അതൊക്കെ ഒരു വ്യക്തിയുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗം എന്നുള്ള നിലയിൽ നമ്മൾ കാണണം. ഒരാൾ അങ്ങനെ ചിന്തിക്കുകയാണ്,
ഞാനൊരു വ്യക്തിയാണ്, പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലല്ല. ഞാനൊരു വ്യക്തിയാണ്. എന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടണമെന്ന് ഒരാൾക്ക് തോന്നി അതിനെ അവരെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് മുഴുവൻ അങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഞാനൊരു വ്യക്തിയാണ്, എന്റെ വ്യക്തിപരമായ സ്വകാര്യ വിവരങ്ങളിൽ ഉൾപ്പെടുന്നതാണ് സ്വത്തടക്കമുള്ള വിവരങ്ങൾ എന്ന് ചിന്തിക്കുകയും അത് ജനങ്ങൾ അറിയേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ ഈ നിയമത്തിന്റെ അന്തസ്സത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെടില്ലേ? അത്തരം വിവരങ്ങൾ പുറത്തു വരികയും സുതാര്യമാണ് കാര്യങ്ങൾ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടല്ലേ ഇത്തരം ഒരു നിയമവ്യവസ്ഥ? ഇതിനകത്തൊക്കെ പ്രശ്നം വരുന്നത് ആളുകളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഞാനൊരു കാര്യത്തെ എങ്ങനെ കാണും? ഞാനിപ്പം കാണുന്ന അതേ കണ്ണുകൊണ്ട് തന്നെ അടുത്ത ആൾ കണ്ടോന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഒരു വിഷന്റെ പ്രശ്നമാണ്. അവിടെയാണ് എന്തോ പരാതി പറഞ്ഞതുപോലെ നിയമം കുറച്ചുകൂടി കർശനമാക്കുക, ഒന്ന് ശക്തിപ്പെടുത്താനായിട്ട് തീരുമാനിക്കുക. അപ്പൊ നിയമം ഇൻസിസ്റ്റ് ചെയ്താൽ ഇത് വെളിപ്പെടുത്തിയേ പറ്റൂ. ഇത് പൗരന്റെ അവകാശമാണ്, ഇത് ബാക്കിയുള്ളവരുടെ അവകാശമാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വത്ത് എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ MLA ആകുമ്പോൾ നിങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റിന് അപ്പുറത്ത് പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് എന്ന് അറിയുക എന്നുള്ളത് ഒരു പൗരന്റെ അവകാശമാണ് എന്നത് ഒരു പൊതുപ്രവർത്തകനായി എന്നെ സംബന്ധിച്ച് അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് എന്റെ സ്വകാര്യത സൂക്ഷിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വോട്ട് ചെയ്ത പൗരന്മാർക്ക് എന്റെ കയ്യിലേക്ക് വന്ന പിന്നീട് വന്നിട്ടുള്ള സ്വത്തിനെ സംബന്ധിച്ച് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പൊ അതൊരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ആ കാഴ്ചപ്പാടിലേക്ക് അവർ എത്തുന്നില്ല എങ്കിൽ തന്നെ നിയമം കർശനമാക്കുക. അങ്ങനെ ഒരു നിയമം കർശനമാക്കിയാൽ ഇത് വളരെ നന്ദി ശ്രീമതി എസ് ബിജിമോൾ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. നിയമവ്യവസ്ഥ കർശനമാക്കുക എന്നതിനപ്പുറത്ത് രാഷ്ട്രീയ ധാർമ്മികതയുടെ കൂടി പ്രശ്നം ഇതിലില്ലേ? സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കും ഇടവേളയ്ക്ക് ശേഷം.